കുന്നിക്കോട് അടുക്കളവാതിൽ കുത്തിത്തുറന്ന് പണമടങ്ങിയ ബാഗ് കവർന്നു. കുന്നിക്കോട് കാവൽപുര മദ്രസയ്ക്ക് സമീപം താജുദ്ദീന്റെ വീട്ടിലാണ് സംഭവം. കുന്നിക്കോട് ജമാഅത്തിന്റെ വിവിധ ഇനത്തിലുള്ള പ്രതിമാസ പിരിവുകൾ നടത്തുന്ന താജുദ്ദീൻ കയ്യിൽ കരുതുന്ന ബാഗാണ് കവർന്നത്. ഇതിൽ ഏകദേശം 2000 രൂപ ഉണ്ടായിരുന്നതായി താജുദ്ദീൻ പറയുന്നു. പുലർച്ചെ താജുദ്ദീന്റെ ഭാര്യ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റപ്പോൾ കൊളുത്തുകൾ ഇടാതിരുന്ന ജനൽപ്പാളി മെല്ലെ തുറന്ന് ഒരാൾ ബാഗ് വീടിനകത്തേക്ക് തിരികെ ഇടുന്നത് കണ്ട് ബഹളം വെച്ചു. അപ്പോഴാണ് അടുക്കളവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. പണം എടുത്ത ശേഷം ബാഗ് തിരികെ ഇടുകയായിരുന്നു. കിണർ പണിക്കും മറ്റും ഉപയോഗിക്കുന്ന കട്ട മഴു ഉപയോഗിച്ചാണ് വാതിൽ തുറന്നത്. മഴു സംഭവ സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. വലിയ തുക ബാഗിലുണ്ടാകുമെന്ന് അറിയുന്ന വ്യക്തിയാണ് മോഷ്ടാവെന്ന് താജുദ്ദീൻ പറയുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് പിൻവാതിൽ കടന്നു കയറി വലിയൊരു മാരകമായിട്ടുള്ള മട്ടാസ് ഉപയോഗിച്ച് കതകിൻ്റെ പിൻവാതിൽ തുറന്ന് അകത്ത് കയറി ഈ കളക്ഷൻ ബാഗ് മാത്രം ഉദ്ദേശിച്ച് വന്ന കള്ളനാണ്. കാരണം കളക്ഷൻ ബാഗ് എടുക്കുകയും എന്നാൽ പരിസരത്ത് കിടന്ന് ഉറങ്ങിയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വീട്ടുകാരെ അറിയിക്കാതെ തന്നെ പുറത്തു പോയി കളക്ഷൻ ബാഗിൽ നിന്നും കളക്ഷൻ എടുത്തിട്ട് ബാഗ് തിരികെ ജനലിൻ്റെ വിടവിലൂടെ കുത്തിക്കയറ്റുന്ന സമയത്ത് വീട്ടുകാർ ഉണരുകയും ഒരാൾ ഇരുന്നിങ്ങനെ ബാഗ് തിരികെ കയറ്റുന്നതായി കാണുകയും ബഹളം ഉണ്ടാക്കുകയും അപ്പോൾ ഞങ്ങളെല്ലാം ഉണർന്ന് ബഹളം വെക്കുകയും അയൽക്കാരെ എല്ലാം വിളിക്കുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്ത സമയത്തിനുള്ളിൽ മോഷ്ടാവ് രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു. അപ്പം രക്ഷപ്പെടുന്നതിനിടയിൽ അദ്ദേഹം കൊണ്ട് മട്ടാസ് എന്ന് പറയുന്ന 10-15 കിലോ വെയിറ്റുള്ള മട്ടാസ് ഉപേക്ഷിച്ചിട്ടാണ് പോയത്. വീട്ടിൽ നിന്നും ഒരു വലിയ കൊടുവാളും എടുത്തുകൊണ്ടാണ് പോയേക്കുന്നത്. കൊടുവാൾ എടുത്തുകൊണ്ട് വീട്ടിനകത്ത് കയറി കൊടുവാൾ കൈക്കലാക്കുകയും കൊടുവാളുമായിട്ടാണ് സഹിതമാണ് വീട്ടിനകത്ത് കയറി ബാഗ് എടുക്കുകയും ബാഗിനകത്തിരുന്ന തുകകൾ കൈവശപ്പെടുത്തിയതിന് ശേഷം ആൾ രക്ഷപ്പെടുകയും ചെയ്തിരിക്കുക. വേറൊന്നും നഷ്ടപ്പെട്ടില്ല. അവിടെയും ഈ പൈസയും നഷ്ടപ്പെട്ട് പിന്നെ കൊടുവാൾ എടുത്തുകൊണ്ട് പോയാൾ. അപ്പോൾ മോഷ്ടാവ് കൊണ്ടുവന്ന മാരകായുധം ഉപേക്ഷിച്ചിട്ട് പോയി. അത് പോലീസിൽ കൊടുക്കുകയും ചെയ്തു. കുന്നിക്കോട് പോലീസ് വന്ന് പോലീസ് ആ സമയത്തും രാത്രി സമയത്തും പിറ്റേ ദിവസവും എല്ലാം പോലീസ് അന്വേഷണത്തിന് വരികയും ചെയ്തു. കഴിഞ്ഞ ദിവസം കൂടുതൽ പണം ലഭിച്ചെങ്കിലും അത് ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു. വീടിനകത്ത് ഉറങ്ങിക്കിടന്ന 3 കുട്ടികളുടെ ദേഹത്ത് അത്യാവശ്യം ആഭരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ബാഗ് മാത്രമാണ് മോഷ്ടാവ് ലക്ഷ്യമിട്ടത്. നമ്മുടെ പ്രദേശത്ത് കഴിഞ്ഞ 1 മാസം മുമ്പ് ഇതുപോലെ സംഭവം നടന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം രാവിലെ വെളുപ്പിന് അവിടെ വീട് ബ്രേക്ക് ചെയ്തേക്കാണ്. ചെറിയൊരു മട്ടാസ് പോലുള്ള സാധനം ഉപയോഗിച്ചുകൊണ്ട് ഡോറ് ബ്രേക്ക് ചെയ്ത് അകത്ത് കയറിയാണ്. അകത്തിരുന്ന ബാഗ് എടുത്ത് പുറത്ത് വന്നിട്ട് ബാഗിലുള്ള തുക കൊണ്ടുപോവുകയാണ്. അന്നേരം ആൾ ഉണർന്നത് കൊണ്ട് മറ്റ് രീതിയിലുള്ള മോഷണം ഒന്നും നടന്നില്ല. അത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. കാരണം ഇപ്പം 2ാമത്തെ സംഭവമാണ്. ഒരു മാസം മുമ്പ് നെല്ലാണിക്കൽ ഭാഗം ഇതേപോലെ തന്നെ ഒരു ബ്രേക്ക് ചെയ്താണ് കുരുമുളക് ചാക്ക് സൂക്ഷിച്ചിരുന്ന കുരുമുളക് കൊണ്ടുപോയ അതേ രീതിയിലുള്ള സമാന സ്വഭാവമുള്ള ഒരു മോഷണ ശ്രമമാണ് നടന്നേക്കുന്നത്. വീട് ബ്രേക്ക് ചെയ്ത് അത് പാലരുവി ട്രെയിൻ പോകുന്ന ആ സമയത്ത്, അപ്പോൾ റെയിൽപാളത്തിന് സമീപമുള്ള വീടുകളിൽ സമാനമായ രീതിയിൽ ഇതുപോലെ ട്രെയിൻ പോകുന്ന സമയത്ത് ആ ട്രെയിൻ പോകുന്ന ശബ്ദത്തിൻ്റെ ഗാർഡിനെ കൊണ്ട് അറിയാതിരിക്കാൻ ആ സമയത്തായിരിക്കാം ബ്രേക്ക് ചെയ്തേക്കുന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും വിവരം അറിഞ്ഞ ഉടനെ തന്നെ കുന്നിക്കോട് പോലീസ് സ്ഥലത്തെത്തി. അപ്പോൾ ഇന്നലെ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതായിട്ടാണ് അറിയുന്നത്. പുലർച്ചെ തന്നെ സ്ഥലത്ത് എത്തിയ കുന്നിക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ സുരക്ഷാ ക്യാമറകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്.